ടോപ്പിനൊരു മാച്ചിങ് സ്കേർട്ട് കിട്ടണം. അപ്പോൾ അത് മേടിക്കാനായിട്ട് ഞാൻ ഈ ട്രെയിനിൽ കയറിയിട്ട് ലിഡ്കം ഇറങ്ങാം. ലിഡ്കം ഇറങ്ങിയിട്ട് എന്താ നമുക്ക് അടുത്ത ട്രെയിൻ അന്നേരം നമുക്ക് ട്രെയിനിൻ്റെ ആ ലൈനിൽ അവർ കൂടുതൽ ബസ് ഓടിക്കും. ആ ബസ്സസ് ഫ്രീ ആയിരിക്കും. പിന്നെ എനിക്ക് സമയം ഉണ്ടായിരുന്നു, എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ ആദ്യം അവരോട് സാധനം മേടിക്കില്ലായിരിക്കും. ഭാഗ്യത്തിന് ഈ ഒരു ട്രെയിൻ കിട്ടി. കാരണം ഇത് ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശനിയാഴ്ച രാവിലെ പതിവ് പോലെ അശ്വിൻ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഇത്തവണ ആ കൂട്ടത്തിൽ ഞാനും കൂടെ കയറി. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും വഴിയിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ അശ്വിൻ എന്നെ ഇറക്കും. അപ്പൊ നിങ്ങളും കൂടെ പോരെ ഷോപ്പിങ്ങിന്. നമ്മളിപ്പോ ഇന്ന് രാവിലെ അല്ല ഉച്ചയായി സിഡ്നി സിറ്റിയിലോട്ട് പോവാണ്. കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. രാവിലെ തെണ്ടാൻ ഇറങ്ങിയെന്ന് വേണേൽ പറയാം. അപ്പൊ നമ്മളൊരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലോട്ട് പോവാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ ഞാനൊരു ടോപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിനൊരു മാച്ചിങ് സ്കേർട്ട് കിട്ടണം. അപ്പോൾ അത് മേടിക്കാനായിട്ട് ഞാൻ ബേർവുഡിലോട്ട് പോവാണ്. ബേർവുഡിൽ കുറേ കൊറിയൻ ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരം പോകുന്ന ഒരു കൊറിയൻ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നോക്കണം കിട്ടുമോ ഇല്ലയോ നോക്കണം. അപ്പോൾ അതൊന്ന്. പിന്നെ അവിടുന്ന് DFOയിൽ പോകണം. DFOയിൽ പോയിട്ട് നാട്ടിലോട്ട് പോകുമ്പോൾ എല്ലാവർക്കും കുറച്ച് എന്തെങ്കിലും ഗിഫ്റ്റ് പോലെ മേടിക്കാനായിട്ടാണ് പോകുന്നത്. അവിടെ വല്ലതും ഉണ്ടോ നോക്കാൻ വേണ്ടിയാണ് പോകുന്നത്. DFO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി ഔട്ട്ലെറ്റാണ്. അപ്പോൾ ഈ ബ്രാൻഡഡ് സാധനങ്ങൾ നല്ല ഡീലിലൊക്കെ കിട്ടും നമുക്ക്. വലിയൊരു ഷോപ്പിംഗ് മാളാണത്. DFO ഫാക്ടറി ഔട്ട്ലെറ്റാണ്. എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ഡീലിലൊക്കെ ഉണ്ടാവും. സെയിലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അവിടെ ഉണ്ടാവും അത്. അപ്പോൾ അതുകൊണ്ട് DFOയിൽ പോയിട്ട് സാധനം ഉണ്ടോ പോയി നോക്കാം. അപ്പോൾ അതിന് അങ്ങോട്ട് പോവുകയാണ്. അശ്വിൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയിരിക്കുക. ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ എന്നെ ഇവിടെ വഴിയിൽ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ ക്ലൈഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത്. എന്നിട്ട് എനിക്കിവിടുന്ന് ബേർവുഡിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് ട്രെയിൻ ഏതാ ഉള്ളത് നോക്കാവേ. ഈ ട്രെയിനിൽ കയറിയിട്ട് ലിഡ്കം ഇറങ്ങാം. ലിഡ്കം ഇറങ്ങിയിട്ട് എന്താ നമുക്ക് അടുത്ത ട്രെയിനിൽ കയറിയിട്ട് ബേർവുഡിലോട്ട് പോകാം. 10 മിനിറ്റ്സിൽ പ്ലാറ്റ്ഫോം 4 ഈ ട്രെയിൻ വരും. അപ്പോൾ നമുക്ക് അതേ കയറി പോകാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ക്ലൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിൻ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ബേർവുഡ് വരെ ആണ് പോകേണ്ടത്. അപ്പോൾ ഈ ക്ലൈഡ് എന്ന് പറയുന്നത് ഒരു സ്ലോ സ്റ്റോപ്പാണ്. സ്ലോ സ്റ്റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ട്രെയിൻസും ഇവിടെ നിർത്തത്തില്ല. ചില ട്രെയിൻസ് ഇവിടെ നിർത്തും. ആ ട്രെയിൻസ് ക്ലൈഡ് ഈ സ്ലോ സ്റ്റോപ്പാന്ന് പറയുമ്പോൾ ഇവിടെ നിർത്തുന്ന ട്രെയിൻസൊക്കെ ബാക്കിയുള്ള സ്ലോ സ്റ്റോപ്സിലും നിർത്തും. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ സ്ലോ ട്രെയിൻസ് കയറരുത്, ഫാസ്റ്റ് ട്രെയിൻസ് കയറണം. ഫാസ്റ്റ് ട്രെയിൻസ് എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റോപ്പിലും നിർത്തത്തില്ല. ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള സ്റ്റോപ്പിൽ മാത്രമേ നിർത്തുകയുള്ളൂ. അപ്പോൾ പക്ഷേ ക്ലൈഡിൽ നിർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ട്രെയിൻ സ്ലോ ട്രെയിനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടുന്ന് ഈ ട്രെയിൻ കയറിയിട്ട് ലിഡ്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഇറങ്ങണം. എന്നിട്ട് ലിഡ്കം നിന്ന് ഡയറക്റ്റ് ബേർവുഡിലോട്ടൊരു ട്രെയിൻ ഉണ്ടാവേണ്ടതാണ്. എപ്പോഴും ട്രെയിൻ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ എന്തോ ലൈൻ വർക്ക് നടക്കുന്നുണ്ട്. ഇന്നും നാളെയും വീക്കെൻഡ് ബസ്സസ് റീപ്ലേസിങ് ട്രെയിനാണ്. അപ്പോൾ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്ലൈഡിൽ നിന്ന് ട്രെയിൻ എടുത്ത് ലിഡ്കം പോവും. എന്നിട്ട് ലിഡ്കം നിന്ന് നമുക്ക് ട്രെയിൻ ഇല്ല നമ്മൾ പോകേണ്ട സ്ഥലത്തോട്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ ബസ് എടുത്ത് സ്ട്രാപ്ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ട്രെയിൻ എടുത്തിട്ട് ബേർവുഡിലെത്തും. മനസ്സിലായോ? സംഭവം ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാം കൂടെ ഒരു 10-35 മിനിറ്റിൽ നമ്മൾ സ്ഥലത്തെത്തും, പെട്ടെന്ന് എത്തും. പക്ഷേ നമ്മൾ ട്രെയിനും ഒക്കെ നോക്കി കയറണമെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ലൈൻ വർക്ക് നടക്കുമ്പോൾ ഈ ട്രെയിൻ ഉണ്ടാവില്ലല്ലോ. ആ സമയത്ത് ബസ്സായിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. അപ്പം അന്നേരം നമുക്ക് ട്രെയിനിൻ്റെ ആ ലൈനിൽ അവർ കൂടുതൽ ബസ് ഓടിക്കും. ആ ബസ്സസ് ഫ്രീ ആയിരിക്കും. നമുക്കതിന് കാശ് കൊടുക്കണ്ട. കാരണം അത് ട്രെയിനിനെ റീപ്ലേസ് ചെയ്ത് വരുന്ന ബസ്സാണ്. അത് ഫ്രീ ആയിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു പരിപാടി. ഈ ക്ലൈഡ് സ്റ്റോപ്പ് ഞാൻ പറഞ്ഞ പോലെ അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു സ്റ്റോപ്പ്. ആരും തന്നെ ഇല്ല, വളരെ കുറച്ച് 1-2 പേരേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സിഡ്നി ട്രെയിൻസ്. ഡബിൾ ഡക്കറാണ്, കണ്ടില്ലേ? ഫുള്ളി AC ആണ്, ഡബിൾ ഡക്കറാണ്. ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെയുണ്ട്, നല്ല എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വേറെ പറയാം.
ഇപ്പൊ ദാ ഇതാണ് പുറത്തെ സിഡ്നി ട്രെയിനിന്റെ ഒരു പുറത്തെ ലുക്ക്. അപ്പൊ ഓട്ടോമാറ്റിക് ഡോറാണ്, തുറന്ന് അകത്ത് കയറി ഇങ്ങനെ രണ്ട് മുകളിലും താഴെയായിട്ട് ഇരിക്കാം. അപ്പൊ ഞാൻ കയറിയിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലൈൻ വർക്ക് നടക്കുന്നുണ്ട്, എന്നാൽ ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ബസ്സേ കയറണമായിരുന്നു. കണ്ടോ, ട്രെയിൻ റീപ്ലേസസ് ബസ്. അപ്പൊ ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് നല്ല ക്യൂ ആയിരുന്നു, ആൾക്കാർ മൊത്തം ബസ്സേ കയറാനായിട്ട്. അപ്പൊ എനിക്ക് 2-3 ബസ് കഴിഞ്ഞിട്ട് എനിക്ക് ബസ് കിട്ടി. അടുത്ത ട്രെയിൻ സ്റ്റേഷനിലെത്തി. അങ്ങനെ നമ്മൾ ഇതാ ബേർവുഡിലെത്തി. അപ്പൊ ബേർവുഡ് എന്ന് പറയുന്നത് സിഡ്നി സിറ്റിയുടെ അടുത്തുള്ള ഒരു ടൗൺ ആണ്. കൂടുതലും ഏഷ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. കൊറിയൻ, ജാപ്പനീസ്, ചൈനീസ് സെറ്റിൽമെന്റ് ആണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കൊറിയൻ ഷോപ്സും ചൈനീസ് ഷോപ്സ് ഒക്കെ ഒത്തിരി ഉണ്ട്. ഇത് അവിടുത്തെ ഒരു നല്ലൊരു പള്ളിയാണ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഈ കൊറിയൻ ഷോപ്പിൽ പോകാൻ വേണ്ടി മാത്രമായിട്ട് വരാറുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ഫേവറേറ്റ് കൊറിയൻ ഷോപ്പ്, കെൻസി. ഇവർക്ക് 2-3 ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ. ചില നേരത്തെ എനിക്ക് നല്ലതായിട്ട് ഒത്തു കിട്ടാറുണ്ട്, നല്ല സ്കേർട്ടോ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഒത്തു കിട്ടാറുണ്ട്. എപ്പോഴും കിട്ടാറില്ല കേട്ടോ. ഇവരുടെ സൈസ് എനിക്ക് കറക്റ്റ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ബാക്കി എവിടെ പോയാലും എനിക്ക് ലൂസായിരിക്കും. പിന്നെ ഇവരുടെ ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഒക്കെ നല്ല രസമാണ് കാണാൻ. നല്ല നല്ല ക്യൂട്ട് എലഗന്റ് ഡ്രസ്സസ് ഒക്കെ ഉണ്ടാവും. ഈ കൊറിയൻ ഡ്രാമ കണ്ട് കുറച്ച് പ്രാന്തായതാണെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ ഒന്നും അധികം കൊറിയൻ ഡ്രാമ കാണാറില്ല. പണ്ട് കോളേജിൽ പഠിക്കുമ്പോ കുത്തിയിരുന്ന് കാണാറുണ്ട്. ഇപ്പൊ വല്ലപ്പോഴും ഒക്കെ കാണും. എന്നാലും എനിക്ക് ഇവരുടെ ഈ ഒരു ഡ്രസ്സിങ് ചിലപ്പോൾ നല്ല പാറ്റേൺ ഒക്കെ കിട്ടും. എല്ലാം ഒന്നും എനിക്ക് ചേരത്തില്ല, പക്ഷെ എന്നാലും ചിലതൊക്കെ ചേരും. അപ്പോൾ വെറുതെ ഞാൻ കുറച്ച് വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അന്ന് പോയ ദിവസം എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ, ഒന്നും ഒത്തു വന്നില്ല. അതുകൊണ്ട് പിന്നെ ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു സെയിൽസ് ഗേൾ ഉണ്ട്, കുറച്ച് പ്രായമുണ്ട്, ഒരു കൊറിയൻ അമ്മച്ചിയാണ്. പുള്ളിക്കാരി എപ്പോഴും ഞാൻ ചിലപ്പോൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ ചിലപ്പോൾ ഹംസാമിത എന്നൊക്കെ പറയും. ഈ കൊറിയൻ ഡ്രാമയൊക്കെ കണ്ടിട്ട് അങ്ങനെ 2-3 വാക്കൊക്കെ അറിയാം. ഹംസാമിത എന്ന് പറഞ്ഞാൽ താങ്ക് യു. അപ്പൊ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇംഗ്ലീഷ് പറയും പുള്ളിക്കാരി, തട്ടിമുട്ടി പറയും, നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് ഗൂസ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കൊറിയൻ ഷോപ്പിൽ പോയി. ഇവിടുന്ന് എനിക്കൊന്നും കിട്ടിയില്ല. ചില സമയത്ത് ഇവിടെയും നല്ല ക്ലിയറൻസ് ഒക്കെ കാണാറുണ്ട്, പക്ഷെ ഇത്തവണ ഒന്നും കിട്ടിയില്ല. പിന്നെ അവിടുന്ന് വെറുതെ ഇറങ്ങി അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ബേർവുഡ് മോളിൽ പോയി. അന്ന് മോളിൽ നിന്ന് എന്താ മേടിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ഓർമ്മയില്ല. എന്തോ ചെറിയ സാധനം മേടിച്ചിട്ടുള്ളൂ. പിന്നെ വെറുതെ ഇതിലെ കൂടെ തെണ്ടിത്തിരിഞ്ഞ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇതുണ്ടല്ലോ, ഇത് സോപ്പ് വെച്ചിട്ടാണ് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല മണമായിരുന്നേ. ഞാൻ ആദ്യം വെച്ച് വാക്സ് ആണ്, പിന്നെയാണ് വെച്ച് സോപ്പാണ്. പിന്നെ ഞാൻ പിന്നെ അവിടെ എന്തൊക്കെ നടന്നതെന്ന് ഞാൻ ഈ ബസ്സായി കയറിയിട്ട് പറയാം. പിന്നെ നമ്മൾ ഈ ബസ്സായി കയറിയിട്ട് നമ്മൾ DFOയിലോട്ട് പോവാണ്. ഇങ്ങനെയാട്ടോ ഇവിടുത്തെ ബസ്സിൽ ടാപ്പ് ചെയ്യണം. ട്രെയിനിലും സെയിം സംവിധാനം തന്നെയാണ്. നമ്മുടെ കാർഡ് ഒന്ന് ടാപ്പ് ചെയ്യണം, ഇറങ്ങുമ്പോഴും ടാപ്പ് ചെയ്യണം. അങ്ങനെയാണ് ഇവര് എവിടുന്നാണ് കയറിയത്, എവിടെ ഇറങ്ങുന്നത്, എത്ര കാശ് ഡിഡക്ട് ചെയ്യണം എന്നൊക്കെ മനസ്സിലാവുന്നത്. ഇതാണ് ബസ്സിന്റെ. ഇത് കണ്ടോ, എന്റെ മുടി കണ്ടോ, കേളായത് കണ്ടോ? അതെന്താന്ന് പറയാ, മോളില് ഒരു ഹെയർ കേളറിന്റെ ഒരു ആഡ് ഉണ്ടായിരുന്നു, പോപ്പപ്പ് സ്റ്റോർ. അപ്പൊ അവരെന്നെ പിടിച്ചു നിർത്തി എന്നെ ക്യാൻവാസ് ചെയ്തതാണ്, മുടിയെല്ലാം കേൾ ചെയ്തിട്ട്. പക്ഷെ എനിക്ക് ആ പ്രോഡക്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ ഞാൻ പറയാൻ വന്നത് കണ്ടോ, നമ്മുടെ ഈ ബസ്സസ് ഈ വീൽ ചെയർ ആക്സസും ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ നമ്മൾ മോളിൽ പോയപ്പോൾ ഞാൻ ഇത് മേടിച്ചായിരുന്നു, ബ്ലാക്ക് സ്റ്റാർ പേസ്ട്രി. അതെന്താണെന്നറിയോ, അതൊരു പേസ്ട്രി ഷോപ്പാണ്. അവിടെ നിന്ന് ഞാൻ കേക്ക് മേടിച്ചു. വേൾഡ്സ് മോസ്റ്റ് ഇൻസ്റ്റാഗ്രാം കേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് സ്റ്റാർ പേസ്ട്രിയാണ് വരാറ്. അപ്പൊ അവിടുത്തെ സ്ട്രോബെറി വാട്ടർമെലൺ കേക്കാണ് ഏറ്റവും ഫേമസ്. പക്ഷെ ഇത് അതല്ല, ഞാൻ മറ്റേത് ഓൾറെഡി കഴിച്ചിട്ടുള്ളതുകൊണ്ട് വേറെ ഒരെണ്ണം ട്രൈ ചെയ്തത്. ഇത് നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെതാ നമ്മള് DFOയിലെത്തി. അപ്പൊ DFOയിൽ എത്തുമ്പോൾ ആദ്യം തന്നെ കുറെ ഫുഡ് കോർട്ടാണ്, കുറെ ഈറ്ററീസ് ഒക്കെ ഉള്ള ഒരു ചെറിയൊരു ഫുഡ് കോർട്ടാണ്. പിന്നെ മോളിലോട്ട് അങ്ങ് കയറുകയാണ്. അപ്പൊ DFOയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പല ബ്രാൻഡ്സ് ഉണ്ടാവും. ഹൈ എൻഡ് ബ്രാൻഡ്സ് ഉണ്ടാവും, ഒരു മീഡിയം ബ്രാൻഡ്, പിന്നെ അല്ലാണ്ട് ബ്രാൻഡഡ് അല്ലാത്ത കടകളും എല്ലാം ഉണ്ടാവും. പക്ഷെ നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. അത് ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോ ഇപ്പൊ ഫില്ലയുടെ ഇവിടുന്ന് മേടിക്കുന്നതും പുറത്തുനിന്ന് ഫില്ലയുടെ ഒരു സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നതും പിന്നെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അവിടെ ഇതിവിടെ 30% ഓഫ്, ഇവിടെ എപ്പോഴും ഓഫ് ഉണ്ടാവും. അപ്പൊ എല്ലാ ബ്രാൻഡ്സും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നാട്ടിലോട്ട് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയതാണ്. ഇതൊരു ഹോം സെന്റർ പോലത്തെ ഒരു കടയായിരുന്നു. അപ്പൊ ഇവിടെ നിന്നൊന്നും ഞാൻ മേടിച്ചില്ല, പക്ഷെ എനിക്കിങ്ങനെ ഇതിനകത്തോടൊക്കെ കയറി ഇറങ്ങി എല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ എന്നെ പോലെ ഉണ്ടാവും, നിങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ടാവില്ലേ, ഒന്നും മേടിച്ചില്ലേലും ചിലപ്പോൾ ഒന്ന് കയറി കണ്ടിട്ടങ്ങ് ഇറങ്ങും. ഞാനങ്ങനെ ഒന്ന് കയറി കണ്ട് വിൻഡോ ഷോപ്പ് ചെയ്തിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ അതിലിങ്ങനെ നടന്ന് പിന്നെ അങ്ങോട്ടാണ് ഞാൻ പോയത്. ഞാൻ പിന്നെ ഇവിടുന്ന് ഒരു ഡ്രസ്സ് മേടിച്ചു കേട്ടോ. അത് ബ്രാൻഡഡ് ആയിരുന്നില്ല, പക്ഷെ ഞാൻ എപ്പോഴും പോകുന്ന ഒരു കടയിൽ നിന്ന് ഒരു ഡ്രസ്സൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ ഇവിടെ ലിൻഡിന്റെ സ്റ്റോറുണ്ട്. അപ്പൊ ഞാൻ ചോക്ലേറ്റ് ലിൻഡിന്റെ ഇവിടുന്ന് മേടിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ നല്ല തിരക്കായിരുന്നു, കയറാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അവിടുന്ന് മേടിച്ചില്ല. പിന്നെ പ്യൂമയുടെ ഒരു പോപ്പപ്പ് സ്റ്റോർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലും കയറി ഒന്ന് ചുമ്മാ ഒന്ന് കണ്ണോടിച്ചിട്ട് ഇറങ്ങി, അവിടുന്ന് ഒന്നും മേടിച്ചില്ല.
ഞാൻ മേടിച്ച കടയുടെ വീഡിയോ എടുത്തിട്ടില്ല, പക്ഷെ ഞാൻ കയറി കടകളുടെ കുറച്ച് സ്നിപ്പറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ കുറെ ഹോം സെന്റർ കട കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രാന്ത്, അവിടെ കയറാതെ പറ്റില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ എൻഡ് ബ്രാൻഡ്സ് ഉണ്ടോ, സാൽവത്തോർ ഫെറഗാമോ, കോച്ചിന്റെ സ്റ്റോർ ഉണ്ട്, അങ്ങനെ ബർബറി, അങ്ങനെ എല്ലാ ഹൈ എൻഡ് ബ്രാൻഡും ഉണ്ട്. ഇവിടെ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ നടന്ന് ഓൾമോസ്റ്റ് എനിക്ക് മേടിക്കാൻ ഉദ്ദേശിച്ച സാധനമൊന്നും കിട്ടിയില്ല, പക്ഷെ വേറെ കുറെ സാധനങ്ങളൊക്കെ കിട്ടി. സാധാരണ അങ്ങനെയാണല്ലോ, ഷോപ്പിങ്ങിന് മുമ്പ് മേടിക്കേണ്ടത് മേടിക്കത്തില്ല, വേറെ കണ്ടിക്കേണ്ടതൊക്കെ മേടിക്കും. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനായിട്ട് സിഡ്നി ഒളിമ്പിക് പാർക്ക് സ്റ്റേഷനിലെത്തി. ഇതെന്താണെന്നറിയോ, ഇത് വാട്ടർ ബബ്ലേഴ്സ്. അതിവിടെ ഓസ്ട്രേലിയയില് എല്ലായിടത്തും ഇങ്ങനെ മുക്കിനുണ്ടാവും. ഇങ്ങനത്തെ ടൈപ്പ് അല്ലെങ്കിൽ വേറെ ടൈപ്പ്. അപ്പൊ ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാം. നമ്മുടെ എയർപോർട്ടിലൊക്കെ കാണുന്ന അതേ ബബ്ലേഴ്സ്, നല്ല പോർട്ടബിൾ വാട്ടറാണ്, നമുക്ക് സേഫ് ആയിട്ട് കുടിക്കാവുന്നതാണ്. അപ്പോ ഇതാണ് സിഡ്നി ഒളിമ്പിക് പാർക്ക്. ഈ ഒളിമ്പിക് പാർക്ക് എന്ന പേര് വരാൻ കാരണം ഇതിന് തൊട്ടടുത്തൊരു വലിയൊരു സ്റ്റേഡിയം ഉണ്ട്. പണ്ട് ഒളിമ്പിക്സ് നടന്നപ്പോൾ അതിന്റെ മേജർ ഇവന്റ്സ് ഒക്കെ ഈ ഒരു സ്റ്റേഡിയത്തിലാണ് നടന്നിരുന്നത്, എക്കോർഡ് സ്റ്റേഡിയം. ഇവിടെയും ഇപ്പോഴും ഇങ്ങനത്തെ വല്ല കോൺസേർട്ട് ഒക്കെ വരുമ്പോൾ ഇവിടെയാണ് നടത്താറ്. സിഡ്നി മെൽബണിലൊക്കെ പണ്ട് ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിഡ്നി മെൽബൺ ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഡെവലപ്ഡ് ആയത്. അപ്പൊ അങ്ങനെയാണ് ഓരോ സിറ്റീസ് ഡെവലപ്പ് ആവുന്നത്. ഇനി ഇവിടെ 2032 ബ്രിസ്ബനിൽ വെച്ചിട്ടാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പൊ ബ്രിസ്ബനും ഒന്ന് ഗിയർ അപ്പ് ആവും. അപ്പൊ അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ടാപ്പ് ചെയ്തിട്ട് ബസ്സിൽ ടാപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഏതെങ്കിലും ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഇവരുടെ ട്രാൻസ്പോർട്ട് കാർഡ് തന്നെയുണ്ട്, അത് ടാപ്പ് ചെയ്ത് നമുക്ക് ട്രെയിൻ സ്റ്റേഷനിലോട്ട് എൻ്റർ ചെയ്യാം. തിരിച്ചു പോകുമ്പോഴും നമ്മൾ ടാപ്പ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ടാപ്പ് ചെയ്യാൻ മറന്നില്ലെങ്കിൽ ഫൈൻ ഉണ്ടാവും. അല്ലാണ്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറേണ്ട കാര്യമില്ല. ടിക്കറ്റ് ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോൾ ഓൾറെഡി ഒരു ട്രെയിൻ അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. ഇന്ന് എന്തോ ഡിലേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കണ്ടില്ല 13 മിനിറ്റോളമാണ് ഈ ട്രെയിൻ. 13 മിനിറ്റ് കഴിഞ്ഞാലേ എടുക്കത്തുള്ളൂ ട്രെയിൻ. യൂഷ്വലി അങ്ങനെയല്ല കേട്ടോ, ഒരു 2-3 മിനിറ്റിന്റെ ട്രെയിൻസ് എടുക്കുന്നതാണ്. പ്രത്യേകിച്ച് സിഡ്നിയിൽ ട്രെയിൻ കണക്ടിവിറ്റി അടിപൊളിയാണ്. അത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കുറച്ച് ചെയ്യുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 13 മിനിറ്റ് ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കയറി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ നല്ല ഒഴിഞ്ഞ ഒരു ട്രെയിൻ കിട്ടി എനിക്ക്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് നല്ല വൃത്തിക്ക് സിഡ്നി ട്രെയിനിന്റെ അകമൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റിയത് കേട്ടോ. ഇങ്ങനെ 2 ഡബിൾ ഡെക്കർ ആയിട്ടാണ് ഇരിക്കുക. ഡിസ്പ്ലേസ് ഒക്കെ ഉണ്ട്, നല്ല വൃത്തിയുള്ള സീറ്റ്സ് ആണ്, പിന്നെ AC ആണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ്. ഇത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് ഡിറക്ഷനിലോട്ടാണ് ട്രെയിൻ പോകുന്നത്, അപ്പൊ ആ ഡിറക്ഷനിലോട്ട് നമുക്ക് സീറ്റ് ഇട്ടിരിക്കാം. പിന്നെ ആണെങ്കിലും നമ്മളൊരു 4 പേരായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഫേസ് ടു ഫേസ് ഒക്കെ ഇരിക്കണമെങ്കിൽ നല്ല സുഖമല്ലേ, നല്ലൊരു ഫീച്ചർ അല്ലേ. മുകളില് അപ്പർ ഡെക്കും ഉണ്ട്, താഴത്തെ ഡെക്കും ഉണ്ട്. ഞാനിപ്പോൾ താഴെ ഇരുന്ന് നമ്മൾ ഏത് സ്റ്റോപ്പ് എത്തുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ ഇതിനകത്ത് കാണിക്കും. ഇതിപ്പോൾ നിർത്തിയിരിക്കുന്ന ഒളിമ്പിക് പാർക്കിലാണ്, അതുകൊണ്ട് ഇപ്പോൾ ഒളിമ്പിക് പാർക്ക് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഏതൊക്കെ സ്റ്റേഷനിലുള്ളത്, ഇപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ നമുക്ക് സ്ഥലം അറിയില്ലെങ്കിലും ഈ ബോർഡ് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതാണ് സിഡ്നി ട്രെയിൻ. മെട്രോ വേറെ ഉണ്ട്, ഇതാണ് സിഡ്നി ട്രെയിൻ. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് അധികമൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിലും, കാരണം എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ അധികമൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പം തൊട്ട് മുന്നേ കണ്ട ഇതാട്ടോ നമ്മുടെ സിഡ്നി ട്രെയിൻസ്. അപ്പോൾ ഞാനിത് കുറേ കാലം വിചാരിക്കുന്നത് എടുക്കണം എന്ന്, പക്ഷെ എനിക്കൊരു തിരക്കൊഴിഞ്ഞ ട്രെയിൻ കിട്ടുന്നില്ലായിരുന്നു. ഭാഗ്യത്തിന് ഈ ഒരു ട്രെയിൻ കിട്ടി, കാരണം ഇത് ഒളിമ്പിക് പാർക്ക് ഒരു ടെർമിനലാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ, അത് 13 മിനിറ്റ് എടുക്കും ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കാനായിട്ട്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയവും കുറച്ച് ആളൊഴിഞ്ഞായിട്ട് കുറച്ചല്ല. ഇപ്പം ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ആളെ ഇല്ല, മുകളിലുണ്ട് കേട്ടോ. താഴെ അധികം പേര് ഇരിക്കാറില്ല, എന്താണെന്നറിയില്ല. എനിക്കാണെങ്കിൽ താഴെ ഇരിക്കാനേ ഇഷ്ടമുള്ളൂ. കാരണം ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മുകളിൽ ഇപ്പോഴും കൂടുതൽ തണുപ്പ് തോന്നാറുണ്ട്, താഴെ എനിക്ക് അത്രയും തണുപ്പ് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും താഴെ വന്നിരിക്കുന്നത്. എനിവേ, അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു തിരക്കൊഴിഞ്ഞ ട്രെയിൻ കിട്ടി. ഞാൻ 13 മിനിറ്റ് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, കാരണം എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കണം ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നു. പക്ഷേ തിരക്കൊഴിഞ്ഞ് ട്രെയിൻ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ടെർമിനലിൽ നിന്ന് കയറുന്ന വെച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനിൽ നിന്ന് കയറുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത്. അതെന്തായാലും നന്നായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ യൂഷ്വലി നമുക്കിങ്ങനെ 13 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല കേട്ടോ. സിഡ്നി ട്രെയിൻസ് ഭയങ്കര നെറ്റ്വർക്ക് ഉള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. ഇവിടുന്ന് റീജിയണൽ ഏരിയയിലോട്ട് പോലും പോകണമെങ്കിൽ നമുക്ക് സിഡ്നി ട്രെയിൻസിൽ കയറിയാൽ മതി. പിന്നെ പെട്ടെന്നുണ്ട്. യൂഷ്വലി ഒരു 2 to 4 മിനിറ്റ്സ് മാക്സിമം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുള്ളൂ. അതിന് മുന്നേ അടുത്ത ട്രെയിൻ വരും.
ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് പിന്നെ ഇന്നൊരു കുറേ ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ അങ്ങനത്തെ കുറേ ഡിലേ ഉണ്ട്. അപ്പോൾ ഇന്നൊരു എക്സെപ്ഷൻ കേസാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ആരുമില്ല. പക്ഷേ ഈ ട്രെയിൻ ഇപ്പോൾ ഇവിടുന്ന് ഒത്തിരി ദൂരം വരെ പോകുന്നത്. ഇവിടുന്നാണ് ലെപ്പിങ്ടൺ എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകുന്നത്. ഇതിപ്പോൾ ഒരു 2 സ്റ്റേഷൻ കഴിയുമ്പോഴത്തേനും ഫുള്ളാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല എൻ്റെ മുടി ഞാൻ മോളിൽ കൂടെ നടക്കുമ്പോൾ ഒരു കേളറിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവരിങ്ങനെ ആൾക്കാരെ ഇരുത്തി കേൾ ചെയ്ത് കാണിച്ചു കൊടുത്ത ആൾക്കാരെ കൊണ്ട് മേടിപ്പിക്കലൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ എനിക്ക് സമയം ഉണ്ടായിരുന്നു, എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ ആദ്യം അവരോട് പറഞ്ഞു ഞാൻ സാധനം മേടിക്കില്ലായിരിക്കും, നിങ്ങൾ എന്നെ വിട്ടോ, നിങ്ങളുടെ സമയം കളയണ്ടെന്ന്. അപ്പോൾ അവർ ഇല്ല യു ട്രൈ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, അവർക്ക് പ്രശ്നമില്ല, എനിക്ക് ഒത്തിരി സമയം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്നിട്ട് ഫുൾ അവർ കേൾ ചെയ്തു. പക്ഷെ അത്ര നിൽക്കുന്നില്ല കേട്ടോ. എന്നിട്ട് അവരെന്നെ കൊണ്ട് മേടിപ്പിക്കാനൊക്കെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു ഈ കേൾസ് നിൽക്കുന്നുണ്ടോ നോക്കട്ടെ, എന്നിട്ട് ഞാൻ മേടിക്കാമെന്ന്. പക്ഷെ നന്നായിട്ടോ, അല്ലെങ്കിൽ ഞാൻ അപ്പോൾ ഒന്നും മേടിക്കുന്നില്ല എന്ന്. കുറച്ചുകൂടി കേളായിരുന്നു, അത്ര കേളില്ല. എന്തായാലും നന്നായി ഞാനത് മേടിക്കാത്തത്. അപ്പം ഞാൻ മേടിച്ചിരുന്നെങ്കിൽ Fairfield, Canley Vale, Cabramatta, Warwick Farm, Liverpool, Casula, Glenfield, Edmondson Park, Leppington. ഇപ്പൊ കേട്ടില്ലേ, അതാട്ടോ അനൗൺസ്മെന്റ്. ഈ ട്രെയിൻ എങ്ങോട്ടൊക്കെ പോകുന്നെന്നുള്ളത് ഇവർ ഓരോരോ സ്റ്റേഷൻ വെച്ച് പറഞ്ഞതാണ്. ഇപ്പം ഇതിനകത്തുകൊണ്ട് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇനി 1 മിനിറ്റിൽ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മുടെ ഒളിമ്പിക് പാർക്കിലാണ്. ലിഡ്കം, ഓപ്പൺ, പിന്നെ താഴോട്ടുണ്ട്. അത് ഇനി സ്ക്രോൾ ആവും. എനിക്ക് ഇവിടെ ഓപ്പണിലാണ് ഇറങ്ങേണ്ടത്. ഡോറ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ പോവുകയാണ്. അപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രെയിൻ അങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ ഇങ്ങോട്ടായിരുന്നു. അവിടെ ഒന്നും മാറിയിരിക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. ഇതേ കണ്ടോ. അപ്പൊ തിരിഞ്ഞിരുന്നു. അപ്പൊ ഇനി വേറെ ഒന്നുമില്ല. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ